പ്രിയമുള്ളവരെ, ഇന്ന് LGS പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സമയം കളയുന്നില്ല, നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. 1.1 ഇൻറ്റു 1.11 ഇവിടെ ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 12.21 1.221 ഇങ്ങനെ 4 ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് 1 ആണ്, ഇത് 1 ആണ്. പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പർ നമുക്ക് തൽക്കാലം വിട്ടേക്കാം. 1നെ 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 കിട്ടത്തുള്ളൂ അല്ലേ. അതായത് അപ്പോൾ ഇത് തെറ്റാണ്, 122 തെറ്റാണ്, 11 തെറ്റാണ്, 1. അതായത് 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 ആയിരിക്കും. 1.221 ആണ് ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വലിയ സംഖ്യ കാണാനാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം, 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. 13ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 113ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. 17ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 അല്ല. അപ്പോൾ നമുക്ക് അതിനെ വിടാം. നമുക്ക് ഈ 3 ഫ്രാക്ഷൻസ് എടുക്കാം. ഇവിടെ എല്ലാം ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് 113, ന്യൂമറേറ്ററിലെ ഏറ്റവും വലിയ സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ ഇത് 113, 13, 5. ചെറിയ സംഖ്യ 5/3 ആണ്. ഈ 3 സംഖ്യകളിൽ ഏറ്റവും വലുത് ഇതായിരിക്കും. ന്യൂമറേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. അപ്പോൾ നമുക്ക് കിട്ടി, ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? 5/3 നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് ഒഴിവാക്കാം, ഇതെല്ലാം ചെറുതാണ്. പിന്നെ ഇവിടെ ഒരു 17/5 ഉണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വലിയ സംഖ്യ. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5ൽ 3 ഒരു പ്രാവശ്യം, 3, 2, 20, 20ൽ 3 6 പ്രാവശ്യം. നമുക്ക് 1.6 സംതിങ് ആൻസർ കിട്ടും. നമുക്ക് 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 17നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17ൽ 5 3 പ്രാവശ്യം അല്ലേ, 3 പ്രാവശ്യം. പിന്നെ അപ്പോൾ 3, 5, 15, കുറക്കം 2, 0, 20ൽ 5 4 പ്രാവശ്യം. അതായത് നമുക്ക് 3.4 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇവിടെ 3.4 ആണ്, ഇവിടെ നമുക്ക് കിട്ടിയ 1.6 ആണ്. അപ്പോൾ ഏതായിരിക്കും വലുത്? 17/5 ആയിരിക്കും വലിയ സംഖ്യ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. എന്താ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ ഈ 2ഉം 3ഉം കൂടെ ഗുണിച്ച് നമുക്ക് ആൻസർ എഴുതാം. പിന്നെ ഇവ തമ്മിൽ ഗുണിക്കാം. ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 6/2 അതൊക്കെ 3 കിട്ടും. അതിവിടെ കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 5 ഉണ്ട്, പ്ലസ് ഈ 2, 3 അത് 6 ആണ്, മൈനസ് ഇവിടെ ഒരു 3 ഉണ്ട്. 5 + 6 എന്ന് പറയുന്നത് 11 ആണ്. 11 + 3 എന്ന് പറയുന്നത് 8 ആണ്. 8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ത്രികങ്ങൾ അല്ലാത്ത ഏതാണ്? പൈതഗോറസ് ത്രികങ്ങൾ. എന്താണ്? ഈ ചെറിയ നമ്പറുകളുടെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ വലിയ നമ്പറിൻ്റെ സ്ക്വയർ കിട്ടണം. അതാണ് ത്രികങ്ങൾ എന്ന് പറയുന്നത്. 7ൻ്റെ സ്ക്വയർ 49, പ്ലസ് 3ൻ്റെ സ്ക്വയർ 9, 49, 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 58 എന്ന് കിട്ടും. ഇത് 8ൻ്റെ സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ ഇത് ത്രികങ്ങൾ അല്ല. ഇനി നോക്കുക, ചെറിയ സംഖ്യ 3ഉം 4ഉം ആണ്. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 25 കിട്ടും. 25 എന്ന് പറയുന്നത് 5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ത്രികങ്ങൾ ആണ്. അപ്പം അല്ലാത്തത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആണ്, നമുക്ക് അല്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ആൻസറാണ് നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇത് ത്രികങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കേണ്ട. ഇനി ഇത് നോക്കിയാലോ. 5ഉം 12ഉമാണ് ചെറിയ സംഖ്യ. 12ൻ്റെ സ്ക്വയർ 144, 5ൻ്റെ സ്ക്വയർ 25, കൂട്ടുമ്പോൾ 169 കിട്ടും. 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇതും ത്രികങ്ങൾ ആണ്. ഇനി ഇത് നോക്കിയാലോ. 7 24 എടുക്കുക. 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576 ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ 9, 6, 15, 5, 7, 5, 12, 6, 625 എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് ത്രികങ്ങളാണ്. ഇത് ആണ്, ഇതാണ് അല്ലാത്തത്. അപ്പോൾ നമ്മുടെ ആൻസർ 873. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് പോകാം. 2, 11, 32. നെക്സ്റ്റ് നമ്പർ ഏതാണ് എന്നാണ് ചോദിച്ചത്. 2 എങ്ങനെയായിരിക്കാം കിട്ടിയത്? 2 കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1³ + 1. 1³ + 1 എന്ന് പറഞ്ഞാൽ 1³ 1 ആണ്. 1 + 1 2. അതാണ് ഈ 2 എന്ന് പറയുന്നത്. ഇനി 11 എന്ന് പറയുന്നത് 2³ + 3. 2³ എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. 8 + 3 എന്ന് പറയുന്നത് 11. അങ്ങനെയാണ് ഈ 11 കിട്ടിയത്. അടുത്തത് 3³ + 1, 3. ഈവൻ ഓഡ് നമ്പർ നമ്മൾ എടുക്കുന്നത് 1, 3, 5 എടുക്കുക. 3³ എന്ന് പറയുന്നത് 27 ആണ്, പ്ലസ് 5 എന്ന് പറയുന്നത് 32. അതാണ് 32 കിട്ടിയത്. അപ്പോൾ അടുത്ത ഏതായിരിക്കും? 1³ 2³ 3³ ഉറപ്പായിട്ടും അടുത്ത 4³ ആയിരിക്കും. പ്ലസ്
1 3 5 അടുത്തത് 7 ആയിരിക്കും. 4 എന്ന് പറയുന്നത് 64 16 4 64 പ്ലസ് 7 64 പ്ലസ് 7 71 നമ്മുടെ ഓപ്ഷനിലുണ്ട്. 71 ആൻസർ. നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യനോട് പോകാം. 10 സംഖ്യകളുടെ ശരാശരി 23 ഇതിൽ ഓരോ സംഖ്യയോട് 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി. എല്ലാ സംഖ്യകളോടും കൂട്ടുന്നുണ്ട്. നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ശരാശരി 23 അതിലൂടെ 4 കൂട്ടിയാൽ മതി. 23 പ്ലസ് 4 27 നമ്മുടെ ആൻസർ. അടുത്ത നോക്കുക. റൂട്ട് ഓഫ് എക്സ് ബൈ 221 സമയം 2 എക്സിൻ്റെ വില കാണാം. ഇത് കാണുവാനായിട്ട് നമുക്ക് ആദ്യം രണ്ടിൻ്റെയും സ്ക്വയർ റൂട്ട് എടുക്കാം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് റൂട്ട് മാറി കിട്ടും. എക്സ് ബൈ 221 കിട്ടും. 2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 സ്ക്വയർ അത് 4 കിട്ടും. പിന്നെ എക്സ് കാണുവാനായിട്ട് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 221 ഇൻറ്റു 4 എത്ര കിട്ടും? 4 8 884 എന്ന ആൻസർ കിട്ടും. ഉണ്ടോ? യെസ്, ഇതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾ നോക്കുക, നമ്മൾ 7 ക്വസ്റ്റ്യൻസ് 6 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്ത് വളരെ വേഗത്തിലാണ് നമ്മൾ ചെയ്ത്. ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പിന്നെ ഉത്തരം കിട്ടുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.